എന്നെ എന്റെ തൊഴിലിൽ നിന്ന് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ. വേണ്ട സർ, ഇക്കാര്യം നമ്മൾ കൂടുതൽ സംസാരിക്കണ്ട. എനിക്കൊരിക്കലും സാർ ഉദ്ദേശിക്കുന്ന രീതിയിലാവാൻ പറ്റില്ല. ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. താൻ ആരോടെങ്കിലും ഇഷ്ടത്തിലാണോ? ഞാൻ പറഞ്ഞില്ലേ സർ, ഒരുപാട് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയാണ് ഞാൻ മാത്രമല്ല, എന്റെ മോഹങ്ങളും ഈ വേലിക്കെട്ടിനുള്ളിൽ തന്നെയാ. അതുമായിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഞാൻ നടക്കട്ടെ. അവിടെയെല്ലാം നന്നായി നടന്നു വെച്ചാ. മോളെ ആരെങ്കിലും കണ്ടോ? ഇല്ല, പെട്ടോന്ന് ഞാൻ കരുതി. എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നെ ഭക്ഷണം പ്രിയങ്ക ഉണ്ടാക്കിയതെന്ന് കരുതി എല്ലാവരും അവളെ കുറിച്ച് നല്ലത് പറഞ്ഞു. അവളുടെ കൈപുണ്യത്തിനെ കുറിച്ചും അച്ഛന്റെ മകളായതിനെ കുറിച്ചും ഒക്കെ. യഥാർത്ഥ കൈകൾ ഏതാണെന്ന് അവർക്കറിയില്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, മോളുണ്ടാക്കിയ ആഹാര സാധനങ്ങൾ അവർ നാവിൽ വെക്കുമ്പോൾ അവർ സംതൃപ്തരാവുന്നു. പ്രിയങ്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ, എനിക്കത് മതി. പക്ഷെ എത്ര കാലം? എന്നും നിനക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനും കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പറ്റുമോ? അവളെ ഞാൻ പതുക്കെ പഠിപ്പിച്ചെടുത്തോളാം അച്ഛാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അവൾക്ക് പകരം നിന്നെയാണ് ഒരു കുടുംബത്തേക്ക് അയച്ചിരുന്നെങ്കിൽ അച്ഛൻ പിന്നെ സമാധാനമായിട്ട് ഉറങ്ങിയനെ. പക്ഷേ പ്രിയങ്കമോളുടെ കാര്യം അങ്ങനെയല്ല. ആളുകളുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറാൻ പോലും അവൾക്ക് ശീലമില്ല. പറ്റുന്ന സമയത്തൊക്കെ മോൾ അവൾക്ക് നല്ലത് ഉപദേശിക്കണം, കേട്ടോ? ഇവിടെ നിന്ന് ഷൂട്ടിങ്ങിന് വന്ന ആളല്ലേ? ആ, എന്താ വീണ്ടും ഈ വഴിക്ക്? ഒന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതി. ഇവിടെ ഷൂട്ടിന് വന്നപ്പോ ഇവിടുത്തെ ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ആളുകള് കുറെയൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്റെ ജീവിതത്തില് അതിന്റെയൊക്കെ കുറെ ഗുണം ഉണ്ടാകുകയും ചെയ്തു. അതെയോ? എന്താണാവോ അത്? ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരുന്നുണ്ട്. എല്ലാ വഴിപാടും കഴിക്കണം. പിന്നെ തിരുമേനി, ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് കരുതരുത്. എന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത്? ചോദിച്ചോളൂ. എന്നെ കൊണ്ടാവുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാം. തിരുമേനിക്ക് ഈ ഗ്രാമത്തിൽ എല്ലാവരും അറിയാമായിരിക്കുമല്ലോ. വീട്ടിലാണെ അച്ഛനും അമ്മയും എന്റെ വിവാഹത്തിന്റെ കാര്യവും പറഞ്ഞ് പ്രഷർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എനിക്കാണെങ്കിലേ വിവാഹത്തെക്കുറിച്ചുള്ള ഒരേ ഒരു കൺസെപ്റ്റ് ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന. ദൈവഭയത്തോട് ജീവിക്കുന്ന ഒരു കുട്ടി. അല്ല, അങ്ങയുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. ഈ നാട്ടിൽ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ വിവാഹത്തിന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തില് അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണെന്നാ. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നൊരു കുട്ടിയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ
അതേതെങ്കിലും വഴിക്ക് അവിടെ എത്തിച്ചേരും. ഏയ് എന്ന് കരുതി ഞാൻ അന്വേഷിക്കില്ല എന്നല്ല കേട്ടോ. അന്വേഷിക്കാം. തൊഴുതോളൂ. മോളെ, ഞാൻ കാവ് വരെ ഒന്ന് പോയിട്ട് വരാം. അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി താനാണ്. അത് ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം. അപ്പോഴേ എന്റെ ആപ്ലിക്കേഷൻ ഒന്ന് പരിഗണിക്കണം കേട്ടോ. കൽപ്പന, ഒരു മിനിറ്റ്. എന്താ? താനിവിടെ ഒന്ന് ഇരിക്കടോ. എനിക്കൊന്ന് കിടക്കണം. ശരി, എന്നാൽ ഞാൻ കാര്യം എന്താണെന്ന് പറയാം. ഊണുമേശയിലെ പ്രിയങ്ക അത്രയും വിഭവങ്ങൾ വിളമ്പുമ്പോഴും എല്ലാവരും പ്രിയങ്കയെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. തനിക്കെന്തിനാ ആ കുട്ടിയോട് ഇത്ര ദേഷ്യം? അവള് തന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണ്ണയാണ്. അത് തനിക്കറിയാം. അവൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നത് എൻ്റെ കൂടപ്പുറപ്പായിട്ടാ. അങ്ങനെ തന്നെ തനിക്കും കാണാൻ കഴിയുമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ കൺമുന്നിൽ കാണുന്ന എല്ലാവരെയും സഹോദരിയായിട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടാ. ഒരു കാര്യം ഞാൻ പറയാം. പ്രിയങ്കയോട് മത്സരിക്കാൻ ശ്രമിച്ച പലയിടത്തും താൻ തോൽക്കും. അത് തനിക്ക് പിന്നെ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കും. മതി. അനുജത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അവളെ കെട്ടിയ ഒരുത്തനുണ്ട്. നിങ്ങൾ അതിൽ ഇടപെടണ്ട. അല്ല, നിങ്ങളും അനുജനും ഒരൊറ്റ ആത്മാവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനോട് ചോദിക്കാത്ത എന്താ? ഇന്ന് വെച്ച വിളമ്പിയത് അവന്റെ ആരുമല്ല, അവനെ ചതിച്ചതാണെന്ന് അവൻ പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചോ? അല്ല, അതിന്റെ പരിഹാരം കണ്ടോ? അനുജനെ സ്നേഹിക്കുന്നവനായിരുന്നെങ്കിലേ, അല്പമെങ്കിലും ആണത്തം ബാക്കിയുണ്ടായിരുന്നെങ്കിലേ അടിച്ചിറക്കണമായിരുന്നു അവളെ ഇവിടുന്ന്. അതോ അക്കാര്യത്തെ മാത്രം അനുജന് വിശ്വാസമില്ലേ? കൽപ്പന, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുന്നത് വീൽ ചെയറിലാണെങ്കിലും
ചിലയിടങ്ങളിലേക്ക് നോട്ടം എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കൽപ്പനെ, ദേ, എന്നെ ഉപദേശിക്കാനോ ശാസിക്കാനോ ശ്രമിച്ച പൊള്ളുന്നത് പലത് നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും. എന്റെ മുന്നിൽ വെച്ച് അവളെ വാഴ്ത്തിപ്പാടാന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. ദേ, കണിമംഗലത്തെ മൂത്ത മരുമകള് ഈ കൽപ്പനയാ. അത് മാത്രമല്ല എന്റെ യോഗ്യത. ഈ വീൽ ചെയറിലിരുന്ന് ഉരുളുന്ന നിങ്ങളെ ഇപ്പോഴും കെട്ടിയോനെന്ന് തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയുന്നേ. അതെ, അതെന്റെ പിച്ചയാ. കണിമംഗലത്തുകാരുടെ പാത്രത്തില് ഞാൻ ഇടുന്ന പിച്ച. കൽപ്പനെ, ഏയ് ഒന്നുമില്ല അച്ഛാ, ഞങ്ങള് വെറുതെ. നീ മിണ്ടരുത്. കൽപ്പനയുടെ പ്രശ്നം എന്താ? ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പലതും കേൾക്കുന്നുണ്ട്. കണിമംഗലത്തുകാർക്ക് പിച്ചെറിയാനുള്ള വലിപ്പം നിനക്കോ നിന്റെ കുടുംബത്തിനോ ആയിട്ടുണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട മോളെ. എന്റെ മകൻ തളർന്നു പോയിട്ടുണ്ട്. അവനെ ഉപേക്ഷിച്ച് നീ പോയില്ലെന്നുള്ളത് ചെറിയ കാര്യവുമല്ല. അതിന്റെ കടപ്പാട് ഈ കുടുംബത്തിൽ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ തലയിൽ കയറിയിരിക്കാമെന്ന് നീ കരുതരുത്. ഒരു ഗുണമില്ലെന്ന് നീ അവനെക്കുറിച്ച് പറയരുത്. ഞങ്ങൾക്കിപ്പോഴും സൂര്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ്. മകനെ കുറിച്ച് അഭിമാനം ഉണ്ടെങ്കിൽ അത് ആഘോഷിച്ചോളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ എന്നെ ചവിട്ടി താഴ്ത്താൻ ഞാൻ അനുവദിക്കില്ല. പുതിയ ഒരുത്തി വന്ന് കയറിയപ്പോ അച്ഛനടക്കം എല്ലാവരും എന്നെ അവഗണിക്കുക. ഇല്ലെന്ന് അച്ഛന് പറയാൻ പറ്റൂ? അത് നിന്റെ തോന്നലാണ്. വന്നു കയറിയ പെൺകുട്ടി എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നു. അടുക്കളയിൽ കയറി അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിൽ പരിഭവം കാണിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ഒരു പരിഭവവും ഇല്ല. പക്ഷെ അച്ഛനെ ഒന്നും മറക്കണ്ട. വരുണും അവളും ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല അച്ഛാ. അച്ഛന്റെ കൺമുന്നിൽ അവര് കാണിക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രം. ഇഷ്ടപ്പെട്ടവള് വേറെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് നടക്ക അച്ഛന്റെ ഇളയ മകൻ. ഒരു ദിവസം അങ്ങനെ ഒരുത്തി വിളിച്ചു കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? ഇപ്പൊ പുണ്യവതി എന്ന് പറയുന്ന ഈ പെണ്ണിനോട് അച്ഛന് എന്ത് സമാധാനം പറയും? അതോ ചെയ്തത് വരുണല്ലേ? അതുകൊണ്ട് അവന്റെ കൂടെ 2 ഭാര്യമാര് ജീവിച്ചോട്ടെന്ന് തീരുമാനിക്കോ? അതോ അവനെ കണിമംഗലത്ത് നിന്ന് അടിച്ചിറക്കോ? പറയച്ചാ. കൽപ്പന, പറയട്ടെ സൂര്യ. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഇതിന് ഉത്തരം പറയേണ്ടത് തന്നെയാ. എല്ലാത്തിനും ഒടുക്കം ഒരു പക്ഷേ അച്ഛന്റെ അടുത്ത് മകനും ഇതുപോലൊരു വീൽ ചെയറിലും കണിമംഗലത്തിന്റെ ഹാളിലിരിക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചതിന്റെ കലിയില് നാട്ടുകാരവനെ തല്ലിക്കൊന്നെന്നും വരും. അച്ഛാ, അച്ഛാ, വരുൺ, അമ്മേ ഓടിവാ. വരുൺ, അച്ഛാ, അമ്മേ, എന്തുപറ്റി മോനെ? അച്ഛാ, എന്താ അച്ഛാ? അച്ഛാ, എന്താ അമ്മേ? അയ്യോ, എന്താ അച്ഛാ? അച്ഛാ, എന്താ പറ്റിയേ? എന്താ പോയാലോ?
ഒന്നുമില്ല, ഇത്തിരി വെള്ളം എടുക്ക. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, ചെറിയൊരു തളർച്ച പോലെ. എന്നിട്ടാണോ ഒന്നുമില്ലെന്ന് പറയുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാച്ചാ. അച്ഛാ വേണ്ട മോളെ, മോളുണ്ടാക്കിയ പായസം അലുവയൊക്കെ ഒരുപാട് കഴിച്ചല്ലേ, ഷുഗർ ഷൂട്ടപ്പ് ചെയ്തതായിരിക്കും. കുടിക്ക്. വലിച്ച ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവാൻ എന്തെങ്കിലും കാരണം? നമ്മുടെ കുടുംബത്തിലിപ്പോ ടെൻഷനുള്ള കാര്യമൊന്നുമില്ലല്ലോ. ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഏയ്, ഒന്നുമില്ലെന്ന് അറിഞ്ഞ ഒരു സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് സമാധാനം ഇല്ലേ? ഒന്നുമില്ലടോ. അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഒന്നുമില്ല മതി. നിന്നെപ്പോലെ തുള്ളിച്ചാടി നടക്കാൻ ഞാൻ ചെറുപ്പമൊന്നും അല്ലല്ലോ. പ്രായമായില്ലേ, അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇനി ഇതൊരു വലിയ കാര്യമാക്കി പരസ്പരം ആരും പെരുപ്പിച്ച് പറയണ്ട. അത് കഴിഞ്ഞു. സൂര്യയുടെ വിളി കേട്ടപ്പോ ഞാൻ കരുതി ഏട്ടന് ശരിക്കും എന്തോ സംഭവിച്ചു. ആളുടെ മനസ്സിലെന്തോ കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. അതാ പെട്ടെന്നിങ്ങനെ. അതിന്റെ കാരണം കൽപ്പനയാ. വല്യച്ഛന്റെ മനസ്സ് കീറുന്ന രീതിയിലായിരുന്നു കൽപ്പനയുടെ പെർഫോമൻസ്. വല്യച്ഛൻ വീഴുന്നാ കരുതിയത്. അങ്ങനെ ഒരു വീഴ്ചയ്ക്ക് അധിക സമയം ഉണ്ടാവില്ല. കണിമംഗലത്തെ കാര്യങ്ങളെല്ലാം ചിലപ്പോ ചന്ദ്രേട്ടൻ നോക്ക് നിശ്ചയിക്കുകയും ചെയ്യും. എവിടെ നോക്കി നടക്ക? Sorry. കേട്ടൂടെ? സോറി. ഓ സാരമില്ല. സോറി. ശരി. കഷ്ടം. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ നിമിഷം എല്ലാം വെളിവായനെ. ഇതെങ്ങനെ ഈ പെൺകുട്ടി അപ്രത്യക്ഷമാവുന്നത്? ഛേ, മുമ്പ് ഞാൻ കണ്ടത് ഈ പെൺകുട്ടിയെ തന്നെയാ.
പക്ഷേ എല്ലാം ഒരു തോന്നലാണോന്ന് ഇടയ്ക്കൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതെന്റെ തോന്നലല്ല. അതാ ശ്യാമയുടെ മകള്. എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ ശത്രു. ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അവരെ ശ്രീകൃഷ്ണപുരത്താണ്. എന്നിട്ടും തിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ അതല്പം മോശമാണല്ലോ ഐശ്വര്യ.